Hi friends, welcome back. അപ്പോൾ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുക. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് വിവോയുടെ ബഡ്ജറ്റ് ഫോണായ Y16 ആണ്. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ഫോണായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് ബോക്സ് പൊട്ടിച്ച് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടന്റ് ആവുള്ളത് നിങ്ങൾ ആദ്യമേ കാണിച്ചു തരാം. അതിനുശേഷം ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നിങ്ങൾക്ക് തരാം. ബോക്സിൽ ഇതിന് പ്രൈസ് കൊടുത്തിരിക്കുന്നത് 15,999 പക്ഷേ ഇത് നമുക്ക് 12,500 രൂപയാണ് ഇതിൻ്റെ നോർമൽ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ തന്നെ 3GB 32GB വേരിയൻറ്റും ഉണ്ട്. ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന 4GB 64GB വേരിയൻ്റാണ്. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണുണ്ട്. ഗോൾഡൻ കളർ ഫോണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് പിന്നെ നോക്കാം. അതിൻ്റെ താഴത്തായിട്ട് കുറച്ച് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഇജക്ഷൻ പിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് വരുന്നത് USB കേബിളാണ്. ടൈപ്പ് USB കേബിളാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വൈറ്റ് കളറിലെ ഡേറ്റ കേബിളാണ് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ചാർജറാണ്. നോർമൽ 10 വാട്ട്സിൻ്റെ നോർമൽ ചാർജിങ് അഡാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. കാരണം ഒരു 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് എങ്കിലും ഇവർക്ക് ബോക്സിൽ ഉൾപ്പെടുത്തായിരുന്നു. കാരണം ഇത് 10,000 മുകളിൽ വരുന്നൊരു മൊബൈലാണ്. അതുപോലെ തന്നെ കവറും ബോക്സിൻ്റെ അകത്ത് വരുന്നില്ല. ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് ബോക്സിലെ കണ്ടൻറ്റ് നോർമലായിട്ടാണ് തോന്നിയത്. ഒരു ബഡ്ജറ്റ് ഫോൺ അത്രേ ഉള്ളൂ. എന്തായാലും ഒരു കവർ കൂടെ ഉൾപ്പെടുത്തായിരുന്നു. അതുപോലെ തന്നെ ഒരു 18 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൂടെ ഉൾപ്പെടുത്തായിരുന്നു. നോർമലി ഈ പ്രൈസ് റേഞ്ച് വരുന്നതിനൊക്കെ ഫാസ്റ്റ് ചാർജിങ് കൂടെ ഉണ്ട്. പിന്നെ മൊബൈലിനെ പറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ സ്റ്റൈലിഷാണ് ഫോൺ. നിങ്ങൾക്ക് തന്നെ കാണാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇരിക്കുന്നത്. മുകളിലായിട്ട് ക്യാമറ മോഡ്യൂൾ വരുന്നുണ്ട്. ഡ്യുവൽ ക്യാമറ ആണ് ബാക്കിൽ വരുന്നത്. താഴത്തായിട്ട് വിവോൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. എക്സ്പെഷ്യലി ഒരു ലൈനിങ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു പ്രത്യേക ഭംഗി തന്നെ കൊടുക്കുന്നുണ്ട്. ഓവറോൾ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പ്രീമിയം ഫീൽ തന്നെ കൊടുക്കുന്നുണ്ട്. എക്സ്പെഷ്യലി ആ ലൈൻ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അതിലേക്ക് തട്ടുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്കിനി ബാക്കി ഫോണിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോൺ ബൂട്ടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയാം. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന 6.51 ഇഞ്ച് IPS LCD HD+ ഡിസ്പ്ലേയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു യൂഷ്വൽ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അതൊരു നോർമൽ ഡിസ്പ്ലേ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്ര ഹൈ എൻഡ് ഡിസ്പ്ലേ ഒന്നുമല്ല. സാധാ HD+ ആണ്. ഒരു ഫുൾ HD+ ഒക്കെ സുഖമായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇറങ്ങുന്ന 10,000+ റേഞ്ചിലുള്ള ഫോണുകളെല്ലാം ഫുൾ HD+ ഉണ്ട്. ഓവറോൾ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊന്ന് ബൂട്ടാവട്ടെ. കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ബൂട്ടാവാനായിട്ട്. ഇതിൻ്റെ അകത്ത് 60 ഹെർട്സിൻ്റെ നോർമൽ റിഫ്രഷ് റേറ്റാണ് വരുന്നത്. ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര സ്മൂത്താണ്. നമുക്ക് തന്നെ കാണാൻ ഞാൻ ഇവിടെ എടുക്കുന്നത്. പിന്നെ അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഇതിൻ്റെ അകത്ത് റിഫ്രഷ് റേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം. ഇല്ല, നോർമലാണ്. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് തന്നെ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നോട്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഓവറോൾ ഞാനൊരു നോട്ട് ഡിസൈൻ്റെ ഫാനല്ല. എനിക്ക് പഞ്ച് ഹോൾ ഡിസൈൻ ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ഐഫോണിൽ വന്നിരിക്കുന്ന പോലെ ഡൈനാമിക് ഐലൈൻ വേണമെങ്കിൽ കൊടുക്കാൻ. ഓക്കെ, അത് നമുക്ക് ആപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയാനുള്ളത്. ഓവറോൾ ഒരു നല്ല ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല കളറിലൊന്നും എനിക്ക് ഡ്രോബാക്ക് ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് ഡിസ്പ്ലേക്ക്. വെയിലത്തൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഫാസ്റ്റാണെന്ന് ഞാൻ പറയില്ല, എന്നാലും അത് ഞാൻ അവസാനം നിങ്ങളൊന്നുകൂടെ കാണിച്ചു തരാം. ഓവറോൾ ഞാൻ ഫുൾ ബ്രൈറ്റ്നസ്സിലാണ് ഇപ്പോൾ ഫോൺ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം. ഇതിൻ്റെ കളറും അതുപോലെ ബ്രൈറ്റ്നസ്സും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്, നോക്കാവുന്നതാണ്. ഓവറോൾ ലുക്ക് വൈസ്, അതായത് ഡിസൈൻ വൈസ് ഒക്കെ ഒരു നല്ല ഫോണാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രീമിയം ഫോണിൻ്റെ ഒരു ഫീൽ കിട്ടും ഇതിൽ. എനിക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കിലെ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ലൈനിങ് ഉള്ളത് അതെനിക്ക് ഭയങ്കര പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നി ഫോണിൻ്റെ. അതുപോലെ തന്നെ ഈ ഗോൾഡൻ കളറും. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടാണ് ഇതിൻ്റെ സിം ട്രേ വന്നിരിക്കുന്നത്. ട്രിപ്പിൾ സ്ലോട്ടാണ് വന്നിരിക്കുന്നത്. 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഒരേ സമയം നിങ്ങൾക്ക് കിട്ടാം. ഇത് 4G ഫോണാണ്. താഴത്തായിട്ട് ചാർജിങ് പോർട്ട്, ഹെഡ്ഫോൺ ജാക്ക്, അതുപോലെ മൈക്ക്, സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. ടൈപ്പ് ടൈപ്പാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. ഇതിൻ്റെ മെമ്മറി 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാം. അതുപോലെ റൈറ്റ് സൈഡിലോട്ട് വന്ന വോളിയം ബട്ടൺ ഉണ്ട്. വോളിയം ബട്ടൻ്റെ താഴത്തായിട്ടാണ് പവർ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഇതിൻ്റെ 64GB എന്തുമാത്രം ഫ്രീ സ്പേസ് ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം 17.8 GB യൂസ്ഡാണ്. അതായത് ഏകദേശം 46 GB നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന Android 12 തന്നെയാണ്. ലേറ്റസ്റ്റ് വെർഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫൺ ടച്ച് OS ആണ് ഇതിൻ്റെ അത് വന്നിരിക്കുന്നത്. വിവോൻ്റെ ഒരു OS ആണ്. അതുപോലെ അത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ ഒരുപാട് ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. യൂസ് ചെയ്യാൻ ഭയങ്കര രസമാണ്. നിങ്ങൾ വിവോയുടെ ഫോൺ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഒരുപാട് ജസ്റ്ററും ആക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ വളരെ ഫാസ്റ്റാണ്. നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നോർമലായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എത്ര ടൈം എടുക്കും ഈ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കാൻ എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു നോർമൽ ഫോണായിട്ടാണ് വിവോ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പ്രൊസസ്സർ MediaTekൻ്റെ P35 എന്ന് പറഞ്ഞൊരു നോർമൽ പ്രൊസസ്സറാണ്.
അതൊരു ഹൈ പെർഫോമൻസ് ഗെയിമിങ്ങിനൊന്നും പറ്റിയ ഒരു പ്രോസസ്സറല്ല. ഒരു ഡേ ടു ഡേ ലൈഫ് നിങ്ങൾ വാട്സപ്പ്, ഫേസ്ബുക്ക് അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, യൂട്യൂബ് വീഡിയോ കാണുക അതുപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഗെയിം കളിക്കണം അല്ലെങ്കിൽ ഒരുപാട് മൾട്ടി ടാസ്കിങ്, ഒരുപാട് ആപ്സ് ഒരേ സമയം യൂസ് ചെയ്യണമെങ്കിൽ ഈ ഫോൺ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇതിൻ്റെ ബാറ്ററി വന്നിരിക്കുന്ന 5000 mAh ഒരു മാസീവ് ബാറ്ററി വന്നിട്ടുണ്ട്. സുഖമായിട്ട് ഒരു ദിവസത്തിന് മുകളിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും നിങ്ങൾക്ക്. പക്ഷേ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് 10 വാട്ട്സിൻ്റെ നോർമൽ ചാർജ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കും ചാർജ് ആവാൻ. 2 മണിക്കൂറിന് അടുത്തെടുക്കും ചാർജ് ആവാനായിട്ട്. ഇപ്പോൾ തന്നെ റീസ്റ്റാർട്ട് ആകാൻ കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട്. എന്തായാലും റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ആപ്പൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കുറച്ചധികം ആപ്പ് നമുക്ക് ഒരേ സമയത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തുമാത്രം ഫാസ്റ്റ് ആണ് ഈ ഫോണെന്ന് നിങ്ങൾക്ക് അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അതുപോലെ ഈ ഫോണിൻ്റെ 2 വേരിയൻറ്റ്സ് വരുന്നുണ്ട്. 6GB 64GB വേരിയൻറ്റ് നമ്മളിപ്പം അൺബോക്സ് ചെയ്ത്, അതുപോലെ 3GB 32GB വേരിയൻറ്റും വരുന്നുണ്ട്. അതിന് 10,000 റുപ്പീസാണ് 3GB 32GB വേരിയൻറ്റ് വരുന്നത്. ഇപ്പോൾ തന്നെ ഫോൺ ഓണായി വന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ആപ്സ് നിങ്ങൾ പെട്ടെന്ന് ഓപ്പണായി കാണാൻ എത്ര ടൈം എടുക്കുമെന്ന്. അത്ര ഫാസ്റ്റ് അല്ല ഈ ഫോൺ. അത് ഞാൻ പ്രോസസ്സർ MediaTekൻ്റെ P35 ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കില്ല. എന്നാലും ഓക്കെയാണ്. ജസ്റ്റ് നോർമൽ യൂസിന് ഒരു ഓക്കെ ഫോണായിട്ടാണ് പറയുന്നത്. പക്ഷേ എനിക്ക് പ്രൈസ് കുറച്ച് കൂടുതലാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും ഇതൊരു 10,000 റേഞ്ചിൽ 4GB 64GB വന്നിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ബാക്കിൽ ഡ്യുവൽ ക്യാമറ 13 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ 2 MB സെക്കൻഡറി ക്യാമറയും വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 5 MP ക്യാമറ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നോർമലാണ്. ഒരുപാട് അടിപൊളിയല്ല, എന്നാൽ ബോറും അല്ല. നോർമൽ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെയാണെന്ന് പറയാം നമുക്ക്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വിവോ Y16നെ പറ്റി പറയാനുള്ളത്. ഇനി ഈ ഫോണിൻ്റെ ഓവറോൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുകയാണെങ്കിൽ ഡിസൈൻ അടിപൊളിയാണ് ഇതിൻ്റെ. അതുപോലെ ബാറ്ററിയും അടിപൊളിയാണ്. പിന്നെ ഡ്രോബാക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ HD+ ഡിസ്പ്ലേ കൊടുക്കായിരുന്നു. അതുപോലെ ചാർജർ 10 വാട്ട്സിൻ്റെ നോർമൽ ചാർജിങ് അഡാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു 18 വാട്ട്സിൻ്റെ കൊടുക്കായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിവോ Y16നെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. See you soon.